അതായത് ഈ നവകേരള സദസ്സ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏതാണ്ട് ഒരു മാസം മുമ്പ്, ഒരു മാസം കഴിഞ്ഞു. അപ്പൊ 19-ാം തീയതി, നവംബർ 19-ാം തീയതി ആരംഭിച്ച അന്നു മുതൽ, അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേ ദിവസമോ മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു ഫ്രിക്ഷനാണിത്. നമുക്കറിയാം, അന്ന് കല്യാശ്ശേരി നിയോജകമണ്ഡലത്തില് നവകേരള കരുതൽ തടങ്കലിലാക്കി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഏതാനും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി കടന്നു പോകുന്ന ബസ്സിന് കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ചു. ആ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് മർദ്ദിച്ച്, ഒരു തരത്തിൽ പറഞ്ഞാൽ അതിപൈശാചികമായ മർദ്ദനമാണ് കണ്ടത്. ചെടിച്ചട്ട് ഉപയോഗിച്ചും ഹെൽമറ്റ് ഉപയോഗിച്ചും കമ്പ്യൂട്ടർ ഉപയോഗിച്ചും അതുപോലെ തന്നെ വയർലെസ് സെറ്റ് ഉപയോഗിച്ചും ഒക്കെ തലയടിച്ച് പൊളിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. പക്ഷെ ആ മർദ്ദനം ഒരു പരിധിവരെ ഒരു പക്ഷേ ഒരു വികാരം എന്നുള്ള നിലയ്ക്ക് പെട്ടെന്നുണ്ടായ നവകേരള സദസ്സിനെ തടസ്സപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഗരിമ കെടുത്താൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ള പേരിൽ ഒരുപക്ഷെ ഡിവൈഎഫ്ഐക്കാർ ഒരു വൈകാരിക പ്രകടനം എന്നുള്ള നിലയ്ക്ക് അന്നതിന് ഒരുപക്ഷെ കണ്ടുപോയേനെ. പക്ഷെ സംഭവിച്ച അതല്ല. അവര് മർദ്ദിച്ചതിനേക്കാൾ ഭീകരമായിരുന്നു, മർദ്ദിച്ചതിനേക്കാൾ എത്രയോ കൂടുതൽ വേദനയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സൃഷ്ടിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഡിവൈഎഫ്ഐക്കാർ നടത്തിയത് മർദ്ദനമല്ല. നമ്മൾ കണ്ട കാഴ്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള കോടാനുകോടി മനുഷ്യർ ആയിരക്കണക്കിന് തവണ ആ വിഷ്വൽസ് ചാനലുകൾ പുനഃസംപ്രേഷണം ചെയ്യുന്നത് കണ്ട് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. എന്നിട്ടും മുഖ്യമന്ത്രി ആ ബസ്സിലിരുന്ന് കണ്ടു. ഞാൻ കണ്ടത് അവരെ ബസ്സിന് മുന്നിലേക്ക് ചാവേറുകളായി ആത്മഹത്യാ സ്ക്വാഡ് പോലെ വന്ന് അവരെ രക്ഷിക്കുന്ന അത്യന്തം എന്താ പറയാ ജീവകാരുണ്യപരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഡിവൈഎഫ്ഐക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു, ഇനി അഥവാ അങ്ങനെ പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക, പിറ്റേന്നതിന്റെ വിഷ്വൽസും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോഴെങ്കിലും മുഖ്യമന്ത്രി ആ പ്രസ്താവന തിരുത്തുകയും ഇനി അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, അത് ക്രമസമാധാനം പാലിക്കാൻ, കരിങ്കൊടി കാണിക്കാനുള്ള അവകാശത്തെ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അതിനെ തടയാൻ കേരളത്തിൽ പോലീസുണ്ട്, പോലീസിന്റെ ജോലി ഏറ്റെടുക്കേണ്ട കാര്യം ഡിവൈഎഫ്ഐക്കാർക്കോ CPM-കാർക്കോ ഇല്ല, അത് പോലീസ് ചെയ്യട്ടെ, ഏതായാലും ഈ രീതിയിലുള്ള പ്രവണത തുടരേണ്ടതില്ല, അത് നമ്മുടെ ജോലിയല്ല, ഡിവൈഎഫ്ഐക്കാർ ആ ദൗത്യം ഏറ്റെടുക്കേണ്ട, ഇതൊരു സർക്കാർ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഖ്യമന്ത്രിക്കും അതുപോലെ മന്ത്രിമാർക്കും അതിൽ പങ്കെടുക്കുന്ന മറ്റാർക്കെങ്കിലും ഒക്കെ സംരക്ഷണം നൽകേണ്ടത് പോലീസാണ്, അവർ ആ ഡ്യൂട്ടി ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് ഈ ഡിവൈഎഫ്ഐ അന്ന് തുടങ്ങിയ ഈ ആക്രമണത്തെ ഡിസോൺ ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാകുകയും അത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കപ്പെടരുത്, സംഭവിച്ചത് നിർഭാഗ്യകരമായി പോയി, ഇനി അത് ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള ഒരു നന്മ, അല്ലെങ്കിൽ ഒരു സാധാരണ ആ പ്രായത്തിലുള്ള ഒരു മനുഷ്യനിൽ നിന്ന്, ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന്, നമ്മൾ എത്രയോ മുഖ്യമന്ത്രിമാരെ കണ്ടതാണ്, അത്തരം ഒരു 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 കുറെ കൂടി മനുഷ്യോചിതമായ മനുഷ്യത്വപരമായ ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ തിരുവനന്തപുരത്ത് അരങ്ങേറിയത് അടക്കമുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കപ്പെടുമായിരുന്നു. നമുക്കറിയാം, അതിനുശേഷം എത്രയോ തവണ അത് ആവർത്തിക്കപ്പെട്ടു. എറണാകുളം ജില്ലയിലേക്ക് വന്നപ്പോൾ കനാലിലേക്ക് തള്ളിയിടുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം നമ്മൾ കണ്ട കാഴ്ച മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം പാഞ്ഞു വന്ന് എന്തോ ഒരു എന്താ പറയുക, ഒരു ഉന്മാദം കയറിയതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തലക്കടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനുശേഷം ഒരു അംഗപരിമിതനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് പിടിച്ചു മാറ്റുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് ഡിവൈഎഫ്ഐക്കാർ തൊഴിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒടുവിൽ കൊല്ലത്തെത്തിയപ്പോഴാണ് ഡിവൈഎഫ്ഐക്കാരും യൂത്ത് കോൺഗ്രസ് തമ്മിലുള്ള പോരാട്ടം ഒരു ഏറ്റുമുട്ടലായി മാറുകയും അതുവരെ അടികൊണ്ട് ഓടുക മാത്രം, അല്ലെങ്കിൽ അടി കൊള്ളാൻ മാത്രം വിധിക്കപ്പെട്ടിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ അന്ന് ആ പ്രവർത്തകര് എതിർക്കാൻ വന്ന ഡിവൈഎഫ്ഐക്കാരുമായി ഏറ്റുമുട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ പിന്നീടാണ് അതിന്റെ ഒരു തുടർച്ചയെന്നോണാണ് ഇന്നലെയും ഇന്നും ഒക്കെ തിരുവനന്തപുരത്ത് അരങ്ങേറുന്ന കാഴ്ചകൾ. അതായത് തെരുവ് യുദ്ധത്തിന്റെ പ്രതീതിയിലേക്ക്, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിന്റെ തെരുവുകളെ യുദ്ധക്കളമാക്കി മാറ്റുന്ന രീതിയിലേക്ക്, പ്രത്യേകിച്ച് പോലീസിനെ, വനിതകൾ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ്സുകാർ, വനിതകൾ അടക്കമുള്ള KSUക്കാർ ശരിക്കും അതിശക്തമായി തന്നെ പോലീസിനെ നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനിടയിൽ യുവമോർച്ച പ്രതിഷേധത്തെ നേരിടാൻ വന്നപ്പോൾ അവരും ഡിവൈഎഫ്ഐക്കാരുമായി തെരുവിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച കണ്ടു. സത്യത്തിൽ ഇത് ആരുടെ സൃഷ്ടിയാണ്? ഇത് സൃഷ്ടിച്ചത് യുവമോർച്ചയോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസോ KSUവോ കോൺഗ്രസോ ആണ്. ഇതുവരെ ഒരു മാസത്തിലധിക കാലമായിട്ട് അവർ മർദ്ദനം സഹിക്കുക തന്നെയായിരുന്നു. തല്ല് വാങ്ങുക, തല്ല് ഏറ്റുവാങ്ങി മടങ്ങിപ്പോകുന്ന ദയനീയമായ കാഴ്ച. ഇവരൊന്ന് തിരിച്ച് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് കേരളത്തിന്റെ മനസാക്ഷി പോലും ആഗ്രഹിച്ചു പോയ ദിവസങ്ങളാണിത്. എന്തോ ഒടുവിൽ അത് സംഭവിച്ചു. അവര് തിരിച്ചടിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് അതിശക്തമായ തിരിച്ചടിയായി മാറി. പോലീസിനെ പോലും
നേരിട്ട് ഏറ്റുമുട്ടി പോലീസിനെ എന്താ പറയുക ഒട്ടും കൂസാതെ അടിക്ക് തിരിച്ചടി എന്നുള്ള നിലയിൽ കല്ലും കമ്പും ചെരുപ്പും എല്ലാം ലാവിഷായി ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഇന്നലെ പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിയ പ്രതിരോധം അതൊരു പരിധിവരെ വളരെ കടന്നുപോയി ഉള്ളൊരു ചിന്ത എനിക്കുണ്ട്. കാരണം പോലീസ് അത്രമേൽ സംയമനം പാലിച്ചത് കൊണ്ടാണ് അതൊരു വലിയ സംഘടനത്തിലേക്ക് മാറാതിരുന്നത്. ഏതായാലും സഹിച്ച് മടുത്ത യൂത്ത് കോൺഗ്രസ്സുകാര് ഒടുവിൽ എന്തും മറന്ന് എന്തും വരട്ടെ, ചാവാനും കൊല്ലാനും തയ്യാറായിക്കൊണ്ട് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന നിലപാടിൽ ആ ഒരു മനോനിലയിൽ എത്തിക്കൊണ്ട് പ്രതികരിക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. സത്യത്തിൽ അത് കേരളം ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപാട് പേര് ആ ഇന്നലത്തെ യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ച ഒരു സ്വീകാര്യത, അത് ആ ഏറ്റുമുട്ടലിനോട് അല്ലെങ്കിൽ അവർ പ്രകടിപ്പിച്ച ആ ധൈര്യത്തോട്, അവരുടെ ആ ഒരു പ്രതിരോധത്തോട് കേരള സമൂഹം പ്രകടിപ്പിച്ച ഐക്യദാർഢ്യം തന്നെ എത്രത്തോളം ഈ സർക്കാരിന് വേണ്ടി, ഈ സർക്കാരിന്റെ എന്താ പറയാ ഡിവൈഎഫ്ഐ പട്ടാളം അല്ലെങ്കിൽ ആ രീതിയിൽ അവർക്ക് എന്തിനും ലൈസൻസ് കൊടുക്കുന്ന അതിനോടുള്ള ഒരു സമൂഹത്തിന്റെ വലിയ പ്രതിഷേധത്തിന്റെ എന്താ പറയാ പ്രകാശനമാണ് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കണ്ടത്. മാത്രമല്ല, നമ്മൾ അതിനിടയ്ക്ക് കണ്ടു ഗവർണർക്കെതിരെ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐയും SFIയും നടത്തിയ കരിങ്കൊടി പ്രകടനത്തോട് പോലീസ് നടത്തിയ അല്ലെങ്കിൽ പോലീസിന്റെ സമീപനം എന്തായിരുന്നു? പോലീസ് എത്ര മൈൽഡ് ആയിട്ടാണ് അവരോട് പ്രതികരിച്ചത്. അതിനുശേഷം കോഴിക്കോട് ഗവർണറെ ക്യാമ്പസിൽ കയറ്റില്ല എന്ന രീതിയിൽ സമീപനം എടുത്തപ്പോൾ പോലും ആ സമരത്തിന് നേതൃത്വം കൊടുത്ത ആർഷയെ അടക്കമുള്ള ആളുകളോട് അവിടുത്തെ പോലീസ് എത്ര വാത്സല്യത്തോടെയാണ്, എത്ര എന്താ പറയാ കൊഞ്ചിച്ചും ലാളിച്ചുമാണ് അവരെ പിടിച്ചു മാറ്റുന്നത് കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ രണ്ട് തരം നീതിയാണ് ഇവിടുത്തെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നത് വളരെ വ്യക്തമായിരുന്നു, വളരെ പ്രകടമായിരുന്നു. അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ചകഞ്ഞു പോയാൽ ഒരു സർക്കാർ ഒരു പരിപാടി നടത്തുമ്പോൾ അതിന്റെ സെക്യൂരിറ്റി ചുമതല മുഴുവൻ ആ ഭരണമുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയുടെ യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ കേവലമായ പ്രതിഷേധത്തെ പോലും വലിയ ആക്രമണമായി ചിത്രീകരിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന, അതും അതിക്രൂരമായി തകർക്കുന്ന ആ ചെറുപ്പക്കാരുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ആക്രമണ മുറകൾ അവലംബിക്കുമ്പോൾ അത് അനിവാര്യമാക്കി തിരിച്ചെത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് സഹിച്ച് മടുത്ത ഒരു വിഭാഗം തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ നമ്മൾ പറയുന്ന ആ നിയമപരമായ മര്യാദകളും അതുപോലെ തന്നെ ഒരു സമരരംഗത്ത് അനുവർത്തിക്കേണ്ട എല്ലാ നീതിബോധവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അച്ചടക്കവും ക്ഷമയും സഹനവും ഒന്നും പ്രകടമായില്ലെങ്കിൽ അത് നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അത് വരുത്തി തീർത്തതാണ് ഇത്രത്തോളം ശക്തമായ കുറ്റം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ KSUവിന്റെ വിഷയത്തിലും അത് കണ്ടത്. ഇന്ന് പക്ഷേ ഇന്നലത്തെ പോലെ CPM അല്ലെങ്കിൽ പോലീസ് അത്രത്തോളം സംയമനമൊന്നും പാലിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, കുറച്ചുകൂടെ കൂടിയ പ്രകോപനം, മുട്ടയ്ക്കകത്ത് മുളക് പൊടി നിറച്ചൊക്കെ പോലീസിന് നേരെ എറിയുമ്പോൾ അവരും മനുഷ്യരാണെന്നുള്ള ചിന്ത വേണം. അവരുടെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് സഹിക്കുന്നതിനും എന്ന രീതിയിൽ ഇന്ന് പോലീസ് കുറച്ചുകൂടി ശക്തമായി പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. അതിൽ വനിതാ പ്രവർത്തകർ അടക്കമുണ്ട്. ഇന്നലത്തത് പോലീസ് പോലും ഒരു വലിയ അളവോളം ഈ സമരക്കാരോട് ഒരു അനുഭാവം പ്രകടിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.